ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ അഗസ്തീൻ ടീമിൻ്റെ വക ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. നമ്മൾ ഇന്നലെ ഒരു ചലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ ഒരു ഒന്നാമത്തെ ചൂടിൻ്റെ ഒരു ചലഞ്ചായിരുന്നു. അപ്പോൾ ആ ചലഞ്ച് എന്ന് പറയുന്നത് അതിലൊരു ബെസ്റ്റായിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് വളരെയധികം റെസ്പോൺസ് നമുക്ക് ഫാസ്റ്റായിട്ട് കിട്ടിയത് ഇന്നലത്തെ ചലഞ്ചിനായിരുന്നു. അത് വളരെ നന്നായിട്ടുണ്ട്, നന്ദി. അപ്പം നമ്മൾ അതിൽ ഞാനിപ്പം ചൂണ്ടിക്കാട്ടാൻ വേണ്ടി നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മിസ്റ്റേക്സുകൾ അതിൽ കാണുന്നുണ്ട്. അതിൽ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഇത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും വളരെയധികം പെർഫെക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. സ്പീഡ് പ്ലസ് പെർഫെക്ഷൻ. അപ്പോൾ ആ പെർഫെക്ഷൻ എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയാണ് അതിൽ നമ്മൾ നോട്ടീസ് ചെയ്യണം. നമുക്ക് എവിടെയൊക്കെ പെർഫെക്ഷൻ പോകുമോ ആ പോയിൻറ്റുകൾ നോട്ടീസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ഇട്ടത്, ഇന്നലെ രാവിലെ ഒരു വീഡിയോ ഇട്ടത്. പക്ഷേ അതൊന്നും അത്രയും എന്താ പറയുക, അത് നോക്കി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോസിലെല്ലാം നോക്കിയപ്പോഴും അത് അത്രയും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എക്സ്പെക്റ്റഡ് ലെവലിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ മിസ്റ്റേക്കുകൾ ഇപ്പം ഓരോരുത്തരുടെയും ഇത് ഞാൻ പറയുന്നില്ല, അവരവരെന്ത് ചെയ്യുക, ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നതായിട്ടോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് പോയിൻറ്റ്സുകളാണ്, ആ പോയിൻറ്റുകൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അത് ബൈ ഹാർട്ട് ചെയ്ത് ആ രീതിയിൽ വേണം നമ്മളത് പെർഫോം ചെയ്യാനായിട്ട്. അപ്പം അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഭവം അതിന് കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അത് മാത്രമല്ല, ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ഇട്ട വീഡിയോയിലും ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. കാരണം ഞാനത് ഫുൾ സൈഡ് ചെയ്ത് പോകാത്തതുകൊണ്ടാണ് അത് നോട്ടീസ് ചെയ്യാത്തത്. അത് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 സൈഡ്, മൊത്തം 4 സൈഡാണല്ലോ, അതിൽ നമ്മൾ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുറകെ നോക്കി തട്ട് കയറി അടിച്ച് വാരിക്ക് വെട്ടി. അത് കാണാൻ പറ്റും, കയറി അടിച്ച് വാരിക്ക് വെട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പുറകെ തട്ടി കൈ ഇറക്കി തൊഴുതെടുത്ത് അതൊരു സൈഡ്. അടുത്ത് രണ്ടാമത് ഇതിൻ്റെ റിവേഴ്സായിട്ട് എന്ത് ചെയ്തു, ബാക്ക് സൈഡും ചെയ്യും. ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പുറകെ തൊട്ട് കഴിഞ്ഞാൽ മുന്നേ തൊട്ട് വരുന്നത് ഇടതുവശത്താണ്. കാരണം ആ സൈഡിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത സൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഇടതുവശത്ത് തട്ടി വേണം എന്ത് ചെയ്യാൻ, വലതുകാലം മുന്നിൽ വെച്ച് കയറി അടിച്ച് വാരിക്ക് വെട്ടി ബാക്കി പോർഷൻ എന്ത് ചെയ്യാനായിട്ട്, ചെയ്തു പോകാനായിട്ട്. മനസ്സിലായി? കാരണം ആദ്യത്തെ 2 സൈഡ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സൈഡിലോട്ട് നമ്മൾ തിരിയുമ്പോൾ ആ സൈഡിൽ വേണം എന്ത്, പുറകു തട്ടാനായിട്ട്. നമ്മൾ മുന്നേ തട്ടി അടുത്ത് പുറകു തട്ടെന്ന് പറയുന്നത് ഈ സൈഡിൽ വേണം. കാരണം ഈ സൈഡിൽ നിന്നും, ആ മൂന്നാമത്തെ സൈഡിൽ നിന്നും ഒരു അറ്റാക്ക് വരുന്നു. ആ അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കയറി അടിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഒന്നാമത്തെ സൈഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രണ്ടാമത്തെ സൈഡ്, മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ആ ലെഫ്റ്റ് സൈഡിൽ തട്ടി വേണം എന്ത് ചെയ്യാൻ, നമ്മൾ മുന്നോട്ട് കയറി അടിച്ച് വാരിക്ക് വെട്ടി പുറകെ തട്ടി അങ്ങനെ പോകാനായിട്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം ഞാൻ ഇന്നലെ ആ വീഡിയോസ് കണ്ടപ്പോഴാണ് അത് അതേപോലെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നോട്ടീസ് ചെയ്തത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെയ്തതിലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത്, നമ്മൾ നിൽക്കുന്നു, നമ്മൾ നിന്നതിന് ശേഷം പുറകിലെ നോട്ടം ഉണ്ടല്ലോ, പുറകിലെ നോട്ടം മിക്കവരും ചെയ്തിട്ടില്ല. അപ്പം അതുമല്ല അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തട്ട് വരുമ്പോഴത്തേക്ക് ആകാശത്താണ് നോക്കുന്നത്. ഈ ആകാശത്ത് നോക്കുക അല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഒപ്പോണൻ്റ്, നമ്മൾ പുറകിൽ നിന്ന് ഒരാൾ അടിക്കാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ടുള്ളൊരു ഇതല്ല അല്ലേ. നമ്മളങ്ങനെ നോക്കി ഇത് നോക്കിയിട്ട് വേണം കാല് പുറകിലിറക്കി. ഇത് നമ്മൾ ഇങ്ങനെ നോക്കുന്നു, കാല് പുറകിലിറക്കുന്നു, ബോഡി ട്വിസ്റ്റ് ചെയ്യുന്നു, കൈവച്ച് എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പം പലരും ഇങ്ങനെ നോക്കിയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു വേ അല്ല. അതുമാത്രമല്ല, അത് ഒന്നാമത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, തട്ടെന്ന് പറയുന്നത് പലരും ഇങ്ങനെ എടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ എടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ ഇവിടെ തട്ടി ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും അടി കറക്റ്റായിട്ട് തലയിൽ വരും. അപ്പോൾ അതുമല്ല അതിന് പവറും കുറവാണ്. നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ഈ അടിക്ക് പവർ കുറവാണ്. നമുക്ക് ഒരു അറ്റാക്കാണ് വരുന്നത്. ആരെങ്കിലും ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ പവർ വേണം. സോ പവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 45 ഡിഗ്രി ആംഗിളിൽ എന്ത് ചെയ്യണം, തട്ടിക്കളയണം. അതുപോലെ മാക്സിമം അകത്ത് വന്നിട്ട് നമ്മൾ തട്ടാൻ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളെ തലയിൽ എന്ത് ചെയ്യും, അത് കൊള്ളുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത് പലരും ഇങ്ങനെ ചെയ്ത ആക്ഷൻ എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്തിട്ട് പുറകിലോട്ട് നോക്കുന്നു, കാല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു 45 ഡിഗ്രി ഉണ്ടോ, ഈ ഒരു 45 ഡിഗ്രി ആംഗിളിൽ വേണം ആ ഒരു വീശ് വരാനായിട്ട്. അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇത് 2 പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് ഒരാളെ മുന്നോട്ട് കയറി എന്ത് ചെയ്യുന്നു, നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. അയാൾ അടിച്ചതിനെ
നമ്മൾ തട്ടിക്കളഞ്ഞതിന് ശേഷം കയറി എന്ത് ചെയ്യും, അടിക്കും. അപ്പോൾ കയറി അടിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരാൾ അടിക്കുകയാണെങ്കിൽ എൻ്റെ ഈ സൈഡ് കണ്ടോ, ആ സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ ഇവിടെ അടിച്ചെടുക്കും. ഇവിടെ അടിച്ചെടുത്തതിന് ശേഷം ഈ സൈഡിൽ എന്ത് ചെയ്യും, എൻ്റെ വാരിയിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഈ റിപ്സിൽ നിന്ന് ഇങ്ങനെ വെട്ടി അങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. ഈ അടി, ഈ വെട്ട്. സോ അപ്പം ഞാനിപ്പോൾ ഇത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് അതുപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കത് ഹൈറ്റിൽ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടിച്ചു, ഈ വാരിയലിനുള്ള വെട്ടാണ് ഈ വാരിയൽ. കാരണം ഞാൻ ഇതിപ്പോൾ എൻ്റെ ഒരു നെഞ്ചിൻ്റെ അളവിലായിരിക്കും വരിക, കാരണം ബെൻഡ് ചെയ്ത് നിൽക്കുന്നു. കാരണം ഒരാൾ നിൽക്കുമ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ അളവിലായിരിക്കും അവരുടെ വാരിയലിൻ്റെ ആ ഒരു സ്റ്റാൻസ് വരുന്നത്. കാരണം ഞാനിങ്ങനെ ബെൻഡ് ചെയ്തല്ലേ നിൽക്കുന്നു. അപ്പം ആ ഒരു രീതിയിൽ വാരിയൽ നോക്കി എന്ത് ചെയ്യും, വെട്ടും. അപ്പോൾ അതിപ്പോൾ ഹൈറ്റ് കൂടുന്ന ആളനുസരിച്ചാണെങ്കിൽ ആ വാരിയലിൽ നമ്മൾ വെട്ടുന്നത് എന്ത് ചെയ്യും, ചേഞ്ചസ് നമ്മളവിടെ വരും. അപ്പം നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഷോൾഡറിൽ അടിച്ചെടുത്ത് വാരിയലിന് വെട്ടുക എന്നുള്ളതാണ്. പലരും ചെയ്തേക്കുന്നത് കഴുത്തിനോ കഴുത്തിന് മേളിലോട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വെട്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വരാൻ പാടില്ല. അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളണം. നമ്മൾ ഈ ഷോൾഡറിൽ അടിച്ച് വാരിയലിന് വെട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് ചെയ്യുന്നത്, ഇതിപ്പോൾ എന്താ, ഞാനിപ്പം ഫസ്റ്റ് ഇങ്ങനെ നിന്ന് പുറവ് നോക്കി തട്ടി മുന്നേ തട്ടിയ കയറി അടിക്കുമ്പോൾ ഇത് ഒരു എൻ്റെ ഇടതേകാലിരിക്കുന്നതിൻ്റെ മുന്നിൽ വേണം ആ വലത്തേക്കാൽ വരാനായിട്ട്. എൻ്റെ ഇടത് കാല് ഇപ്പോൾ കാണാം, ഇപ്പോൾ ഇടത് കാലിരിക്കുന്നതിൻ്റെ മുന്നിൽ വേണം വലത്തേക്കാൽ വരാനായിട്ട്. പക്ഷെ പലരും ചെയ്തേക്കുന്നത് ഇടത് കാല് ഇവിടെ ഇരിക്കുന്നു, വലത് കാല് ഇങ്ങനെ പോകും. ഒരു ആംഗിൾ, കാരണം ആൾ ഒപ്പാണെങ്കിൽ ഇവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ സ്ട്രെയിറ്റ് ആംഗിളിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ ആ അടിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ പുറകു തൊട്ട് പിന്നെ മുന്നിൽ തട്ടി കഴിഞ്ഞാൽ ഈ കാലിൻ്റെ മുന്നിൽ വേണം എന്ത് ചെയ്യാൻ. കാരണം നമ്മൾ ഇവിടെയല്ലേ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തു, ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലിൻ്റെ ഫ്രണ്ടിൽ വേണം എന്ത് ചെയ്യാൻ, കയറി അടിക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഒപ്പോണൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചെയ്യുക. പക്ഷേ ഇതിപ്പം എയറിൽ നമ്മളൊരു ഒപ്പോണൻറ്റിനെ സങ്കല്പിച്ച് ചെയ്യുന്നതുകൊണ്ട് ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു, മാറും. അങ്ങനെ മാറാൻ പാടില്ല. ചിലർ ഇന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കയറി അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പറായിട്ടുള്ള വേ അല്ല. ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടി മാറിപ്പോവും. അടി മാറിപ്പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഹീ വിൽ അറ്റാക്ക് ബാക്ക്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തറയിൽ ഒരു ചെറിയൊരു, നമ്മളിപ്പോൾ ഈ കാല് ഇവിടെ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലിന് ചുറ്റും എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു സർക്കിൾ വരച്ച് ആ ഇടത്തെ കാല് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, അനങ്ങാൻ പാടില്ല. ആ കാലിനെ അവിടെ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ എല്ലാ ചുവടുകളും എല്ലാ സൈഡുകളും ഈ 4 സൈഡും ചെയ്യുക. അതായത് നമുക്ക് ആക്ച്വലി കളരിയിലെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ്. ഞാൻ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു, അതിനെ പോയിൻ്റായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം ഫോക്കസ് ചെയ്ത് കൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഇത് ചെയ്യാനായിട്ട്. അതുപോലെ മൂന്നാമത്തെ സൈഡ് ഞാൻ പറഞ്ഞതുപോലെ മൂന്നാമത്തെ സൈഡിലോട്ട് പോകുമ്പോൾ തട്ടെന്ന് പറയുന്നത് ഇടതുവശത്താണ് തട്ട് വരേണ്ടത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പുറകു തെട്ടി മുന്നത്തെട്ടല്ല. ഈ പുറകു തെട്ടിക്കഴിഞ്ഞാൽ ഈ തട്ടെന്ന് പറയുന്നത് ഇടതുവശത്തു നിന്നൊരു അറ്റാക്ക് വരുമ്പോൾ അതിനെ തട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, തട്ടി ഉടനെ എന്ത് ചെയ്യുന്നു, വലത് കാല് ആ സൈഡിൽ വെച്ച് വേണം അടിച്ച് കയറി പോകാനായിട്ട്. അപ്പം ഇത് ഇത്രയുണ്ട്. ഇതിന് പുറമെ ഇനിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കാല് കറക്കി കുത്തുന്നത്. മിക്കവരുടെയും കാലുകളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇങ്ങനെയൊക്കെയാണ്, ഇത്ര ഇതിലാണ് വരുന്നത്. ഒരാളെന്ന് പറയുമ്പോൾ എൻ്റെ തല തന്നെ നോക്കിയാൽ ഇവിടെ എത്തും. അപ്പം ഇത്രയും ഒരാൾ നിൽക്കുമ്പോൾ പുള്ളിയുടെ തലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കിക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്ത് ചെയ്യണം, അവിടെ വരണം. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ വേണം ചെയ്യാൻ. അകങ്കാലാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുക, അകങ്കാല് ചെയ്യുക. അപ്പം ഇത്രയും പോയിൻറ്റ്സുകൾ, ഈ എല്ലാ പോയിൻറ്റ്സുകളും പലരിലും മിസ്സിങ് ആയിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക, ഒരിക്കൽ കൂടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എവിടെ മിസ്സിങ് ആണെന്ന് നിങ്ങളുടെ തന്നെ വീഡിയോസ് ഇട്ട് നോക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അച്ഛനെയും അമ്മയും പറഞ്ഞ് എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. ഇതെല്ലാം നോക്കി ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ല ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കൽ കൂടെ നോക്കുക. കാരണം നമ്മൾ ഈ പെർഫെക്ഷനിലാണ് ചുവട് കാര്യങ്ങളെല്ലാം വേണം. ചുവടെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ളതാണ്. അപ്പോൾ ആ ഉറച്ചു നിൽക്കുന്ന പോർഷൻസ് എല്ലാം ഉറച്ചു നിൽക്കുകയും വേണം. അതിൻ്റെ ചുറ്റുമുള്ള നമ്മുടെ ആക്ഷൻസ് എല്ലാം എന്ത് വേണം, ആ പെർഫെക്ഷനോട് കൂടിയും വരണം. ഒരു 4 സൈഡിൽ 4 പേര് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന അറ്റാക്കൊക്കെ മാറിപ്പോകുമ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ ഇതും ഞാൻ അതിന് വേണ്ടിയാണ് ഒരിക്കൽ കൂടെ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്കൊരു ഡെഡ് ലൈനും കൂടെ ഉണ്ട്. നാളെ വൈകുന്നേരം ഒരു 7 മണി വരെ അതിനകത്ത് വരുന്ന വീഡിയോസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാല്യുവേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും വാല്യുവേറ്റ് ചെയ്ത് വിന്നേഴ്സിനെയൊക്കെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് വെച്ചുകൊണ്ട് വേണം നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട്. നമുക്കിപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ചാമ്പ്യന്മാരായവർ വരെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, അടുത്ത പ്രാവശ്യത്തിൽ അതിനുവേണ്ടി മുന്നൊരുക്കം നടത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അവസരം, ഈ ഒരു ക്വാറൻറ്റൈൻ പീരീഡ് എന്ത് ചെയ്യുന്നു, ബെനഫിറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ വച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത്രയും ചെക്ക് ചെയ്യുക, ഒന്ന് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്തായിരിക്കുക. ഒരിക്കൽ കൂടി നന്ദി എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുന്നു.